അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, 3 കാര്യങ്ങളിലേക്ക് നോക്കുന്നത് പുണ്യമുള്ള കാര്യമാണ്. 1, പരിശുദ്ധമായ ഖുർആനുൽ ഷരീഫ്. നാം മുസ്ഹഫ് ഇങ്ങനെ നിവർത്തിക്കൊണ്ട് അതിലേക്ക് വെറുതെ നോക്കിയിരിക്കുക. ഇനി ഓതാൻ അറിയാത്ത ആളാണ്, അറബി ഒരു അക്ഷരം വായിക്കാൻ അറിയാത്ത ആളാണ് എങ്കിൽ പോലും അല്ലാഹുവേ, ഇത് നിന്റെ കലാമാണല്ലോ, പരിശുദ്ധമായ ഖുർആനാണല്ലോ, ഇത്രമേൽ പുണ്യമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭമാണല്ലോ എന്ന ചിന്തയോടുകൂടി ഖുർആനിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ അതിന് കൂലിയുണ്ട്, അത് ഇബാദത്താണ്. 2, കഅബ ഷരീഫ്. പരിശുദ്ധമായിരിക്കുന്ന കഅബയിലേക്കും നോക്കി ഇങ്ങനെ നിൽക്കുന്നത് വളരെ പുണ്യ. കഅബയിലേക്ക് നോക്കുക, അതിങ്ങനെ കാണുമ്പോൾ കണ്ണിന് കുളിർമയാകുക. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് മുമ്പ് പറഞ്ഞിരുന്നു, അവനൊരു മജ്ലിസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടെ എപ്പോഴും കഅബയുടെ ആ മക്ക ഹറം ചാനൽ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ആ കഅബ ഇങ്ങനെ കാണും. അപ്പോൾ അവൻ പറയും, ഇത് കാണുമ്പോഴൊക്കെ ഞാൻ പടച്ചോനോട് തീർക്കും, പടച്ചോനെ എനിക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു തൗഫീക്ക് തരണേ. ഇങ്ങനെ കാണുന്നത് പോലെ പറയാ, സ്നേഹ കൂടുതൽ കൊണ്ട് ആരുമില്ലാതെ ഇരിക്കുമ്പോൾ ആ ടെലിവിഷനിൽ പോയി കഅബയെ തൊടും, അതിൽ മുത്തും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറയാം, എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു സാഹചര്യം ഇല്ലാത്തുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാളുടെ സഹായത്തോടു കൂടി എനിക്ക് കഅബയിൽ പോകാനും മുത്താനും മദീന മുനവ്വറിൽ പോകാനും റൗളയിൽ നിസ്കരിക്കാനൊക്കെ ഭാഗ്യം കിട്ടി. ഞാൻ കഅബ കാണുമ്പോഴൊക്കെ റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്യുമായിരുന്നു, ഫോട്ടോയിൽ കാണുമ്പോൾ പോലും. അപ്പോൾ അവിടെ പോയിരിക്കാൻ സാഹചര്യമുള്ള ആളുകൾ, ഉംറയൊക്കെ കഴിഞ്ഞിട്ട് പലപ്പോഴും പല ആളുകൾ കഅബയെ കാണുന്ന ദൂരത്തിൽ ഇരുന്നു കൊണ്ട് നോക്കിയിരിക്കും. അതൊരു ഇബാദത്താണ്, പുണ്യമാണ്. ഇനി 3, മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ. മാതാപിതാക്കളുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ബഹുമാനത്തോടെ നോക്കിയിരുന്നാൽ അതും കൂലിയാണ്. നമ്മുടെ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്, പിതാവിനെ നോക്കുന്നത് കൂലിയാണ്. അതിനൊക്കെ പരിശുദ്ധ ഇസ്ലാം വളരെയധികം പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ വാപ്പ എവിടെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ അവരൊന്ന് പോയി നോക്കാൻ, അവർക്കൊരു മുത്തം കൊടുക്കാൻ, അവരെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ നമ്മളെപ്പോഴും ആ വിഷയത്തിലൊരു ശ്രദ്ധ വേണം നമുക്ക്. നമ്മൾ പലപ്പോഴും അശ്രദ്ധരാകും ആ വിഷയത്തിൽ. ജോലി തിരക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇടപഴകലിലും മറ്റ് കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പലപ്പോഴും അവർക്ക് അവരുടെ മനസ്സിൽ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന തോന്നലുണ്ടാക്കാനുള്ള സാഹചര്യം കൊടുക്കരുത്. എപ്പോഴും അവരെ സന്തോഷിപ്പിക്കാൻ, സ്നേഹിക്കാൻ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരണം വരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇനി എന്താ ഞാൻ ചെയ്യുക ഉസ്താദേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ